BKM ടോക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു മണ്ഡലകാലം ആശംസിക്കുന്നു. ഞങ്ങൾ ചെറിയ വീഡിയോ എടുക്കാൻ വന്നിരുന്നതാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വന്നിരുന്നപ്പോൾ എൻ്റെ പ്രിയ സ്റ്റുഡൻറ്റ് ആതിരയ്ക്ക് ചില കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് കേൾക്കാം. ശബരിമലയ്ക്ക് പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ 17 വർഷം പോയിട്ടുണ്ട്. 17 വർഷം, അതിൽ കൂടുതൽ ചിലപ്പോൾ 1-2 വർഷം കൂടെ കാണും. 17 വർഷം പോയിട്ട് മുത്തശ്ശി മരിച്ചപ്പോൾ നമ്മൾ ബ്രേക്ക് വന്നു. അതിനുശേഷം പിന്നീട് 1-2 തവണ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അല്ല, നടന്നൊന്നും ഞാൻ പോയിട്ടില്ല. നമ്മൾ ബസ്സിന് തന്നെയാണ് പോണത്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പോകുന്നത്. അവിടെ തൊട്ട് അങ്ങോട്ടൊരു 10-17 വർഷമാണ് പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് പോയത്. അന്നൊക്കെ എല്ലാ വർഷവും പോകണം എന്നൊരു ഭയങ്കര വാശിയുണ്ടായിരുന്നു, എന്ന് വെച്ചൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് അങ്ങനെയൊക്കെ പോയി. അയ്യപ്പന്റെ ഭക്തിഗാനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാഷിന്? എല്ലാ പാട്ടും നല്ലതാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു മനസ്സിന് ഏറ്റവും കൂടുതൽ അതെന്താണെന്നറിയോ, അയ്യപ്പന്റെ ഭക്തിഗാനങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ മണ്ഡലകാലം തുടങ്ങുന്ന ആ സമയം, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നമ്മളെയൊക്കെ പോലെയുള്ള 90s 80s ആൾക്കാരുടെ എല്ലാം ആദ്യം മനസ്സിൽ വരുന്നത് ഗംഗയാറു പിറക്കുന്നു ഹിമവൻ മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി, ഗംഗയാറു പിറക്കുന്നു ഹിമവൻ മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി, പമ്പ നമ്മുടെ പുണ്യനദി. ഈ പാട്ടാണ് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ആ ഒരു സന്ധ്യാസമയത്ത് അമ്പലത്തിൽ വിളക്ക് വയ്ക്കുന്ന ആദ്യത്തെ പാട്ട്. അപ്പം നമുക്ക് മണ്ഡലകാലം എന്ന് പറയുമ്പം എൻ്റെ ഉള്ളിൽ ആ ഒരു പാട്ട് എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ, കുറേ പാട്ടുകളുണ്ട്. അതിലൊന്നാണ് ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നേന ഭക്തരഹോരാത്രം, നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം, നമിച്ചിടുന്നേനടിയനൊരാശ്രയം എന്നും നീ മാത്രം, ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നേ ഭക്തരഹോരാത്രം. ആ പാട്ട് ഭയങ്കര ഒരു ഹിറ്റ് പാട്ടാണ് അന്നത്തെ. മാഷിന്റെ വോയിസിൽ ഹരിവരാസൻ ഒന്ന് പാടുമോ? എന്റെ വോയിസിൽ എന്നൊക്കെ ചോദിച്ച് നാണം കെടുത്തത് ചുമ്മാ പാടുമോന്ന് ചോദിച്ചാൽ മതി. എനിക്കത് ലിറിക്ക് കുറച്ചൊക്കെ ഹരിവരാസനം വിശ്വമോഹനം ഹരിതധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ചിതം, പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ.
അതിൻ്റെ 2 സ്റ്റാൻസ മതി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ പാട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനെ സങ്കടം വരുന്ന ചില പാട്ടുകളുണ്ട്. അത് അച്ഛൻ നമുക്ക് അത്രയും ഭക്തി നമുക്ക് ഫീൽ ചെയ്യുന്ന പാട്ട്. അതിലൊന്നാണ് കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ, കാൽ തളിരിണ കൈ തൊഴുന്നേൻ നിൻ, കാൽ തളിരിണ കൈ തൊഴുന്നേൻ നിൻ, കേശാദിപാദം തൊഴുന്നേൻ, കാനനവാസ കലിയുഗ വരദ, കാൽ തളിരിണ കൈ തൊഴുന്നേൻ നിൻ, കാൽ തളിരിണ കൈ തൊഴുന്നേൻ നിൻ, കേശാദിപാദം തൊഴുന്നേൻ, കാനനവാസ കലിയുഗ വരദ. ഈ ഒരു പാട്ട് അന്ന് നമ്മൾ പണ്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരുപാട് ദിവസം വ്രതമൊക്കെ നോക്കിയിട്ടാണല്ലോ. അപ്പോൾ അന്നത്തെയും ഇന്നത്തെയും തമ്മിൽ എന്താ മാഷിന് ഫീൽ ചെയ്യുന്നത്? ഇന്നത്തെയും ഫീലിങ്സ് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞാൽ കുറച്ച് പ്രശ്നമായിപ്പോവും. അതെന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇനി എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, ഇപ്പം ഞാൻ പറയാം 2nd സ്റ്റാൻഡേർഡിലൊക്കെ തൊട്ട് കുട്ടിയായിരിക്കുമ്പോൾ ഇത് ഭയങ്കര കൗതുകമാണ്. അതായത് ഒന്ന് നമ്മൾ മലയ്ക്ക് പോയി എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെൻ്റ് ആണ്. എനിക്കൊക്കെ അന്ന് അങ്ങനെയാണ്. നമ്മളെല്ലാം ഞാൻ മലയ്ക്കൊക്കെ പോയി എന്ന് പറയാനുള്ള ഒരു ഇത്, പിള്ളേരോട് എല്ലാവരും പറയാനുള്ളൊരിത്. പിന്നെ ഒന്ന് ഭഗവാനെ കാണാൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചെറുപ്പകാലത്ത് പോയപ്പോഴൊന്നും കണ്ടിട്ടൊന്നും ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വ്രതം എടുക്കുന്നുണ്ട്. വ്രതം എടുത്തിട്ട് തന്നെയാണ് അന്ന് 41 ദിവസമൊക്കെ എടുത്തു പോയതുകൊണ്ട് പിന്നെ അതിൻ്റെ എണ്ണം കുറഞ്ഞു വന്നിട്ടുണ്ട്. 10-15 ദിവസത്തിനുള്ളിൽ എടുത്തു പോകുന്നുണ്ട്. ഇപ്പോൾ മിക്കവാറും പേരും അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അന്നത്തെ ചിട്ടയൊക്കെ മാറി. അന്നിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചിട്ടകളായിരുന്നു. നമ്മൾ വീട്ടിലാണെങ്കിലും സ്ത്രീകൾ അവർ ഇതായി പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ മാറി വേറെ സ്ഥലത്ത് പോയി നിൽക്കുമായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയ്ക്ക് കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമ്മളിപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് ഒത്തിരി കുറച്ച് നാളായി. ഞാനൊന്നും അങ്ങനെ പിന്നെ പോയിട്ടില്ല. അപ്പോൾ അതൊന്ന്. അപ്പോൾ ഇങ്ങനെ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. ഈ കുറേ കൂടിയൊക്കെ ഭക്തി ഇപ്പം അത് വേറെ രീതിയിലേക്ക് വന്നു. നമ്മൾ ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ത്യജിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെയെന്നൊക്കെ മാറി. സുഖത്തിൽ നിന്നുകൊണ്ടിട്ടുള്ള ഒരു ഭക്തി നോമ്പൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല കംഫർട്ടാണ്. അന്നത്തെ പോലെ ഒന്നും അല്ല. അന്ന് മലയ്ക്ക് പോകുമ്പം ഞാൻ തന്നെ പോയതിന് ശേഷം ഇത് അന്ന് ഈ ഇത്രയും കോൺക്രീറ്റ് സ്റ്റെപ്പുകളും പാതകളൊന്നുമില്ല. പൂഴി മണ്ണും വേരും ഒക്കെയാണ്. എനിക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അച്ഛൻ എന്നെ പിടിച്ചിട്ട് പോകുമ്പോൾ വേരിൽ തട്ടിയിട്ട് അച്ഛൻ്റെ ഇരുമുടിക്കെട്ടും എല്ലാം താഴ്ത്തിക്കായിട്ട് പോയി. ഞാനും കയ്യിലിരിക്കുകയല്ലേ. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുള്ളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. സൈഡിലൂടെയുള്ള കടകളെല്ലാം തന്നെ ഓലക്കടകളും അങ്ങനെയുള്ള ഇതൊക്കെയാണ്. അതിന് ഏറ്റവും വലിയ സന്തോഷം അന്ന് പോണ വഴിക്ക് ഫുള്ള് 100 മീറ്റർ 200 മീറ്റർ നടക്കുമ്പോൾ നാരങ്ങളും കുടിക്കും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതെല്ലാം മാറി. ഇപ്പം ഒരുപാട് കോൺക്രീറ്റ് ഇതിട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പിന്നെ അങ്ങനെ എല്ലാ രീതിയിലും പോകാനാണ്. പിന്നെ കല്ലും മുള്ളും കാലുക്ക് മെത്തയെന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമൊന്നും ഇല്ലാണ്ടായി മാറി. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെയാണ് ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൾക്കാർക്ക് ഭക്തി കുറച്ചും കൂടെ എക്സ്പ്രസീവായിട്ട് മാറി. ഉള്ളിൽ നിന്നുള്ളതിനേക്കാൾ എക്സ്പ്രസീവായിട്ട് മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ 13 മണിക്കൂറോളം ക്യൂ നിന്ന ഒരു യാത്രയ്ക്ക് ശേഷമാണ് പിന്നെ ഞാൻ പോവാതെ ആയത്. കാരണം അന്ന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അന്ന് ഉണ്ടായിരുന്നു. ഛർദ്ദിക്കാൻ വരുമ്പോൾ നമ്മൾ ഭയങ്കര വിഷമങ്ങൾ അനുഭവിച്ചിട്ടാണ് പോയിട്ട് വന്നത്. പിന്നെ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി കാണുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴും തിരക്കൊക്കെ ഉണ്ടെന്നാളും നമ്മൾ കണ്ടില്ലേ. പിന്നെ ഫെസിലിറ്റീസിൻ്റെ കുറച്ച് അതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാവും. കാരണം ഇത്രയും ജനം വന്ന് കയറി പോകുന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ആ ഒരു കൂൾ അറ്റ്മോസ്ഫിയറിൽ, ആ കുളിരിൽ ഈ അയ്യപ്പൻ്റെ കോവിലിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇതൊക്കെ മാറും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു നമ്മൾ ഭക്തരനുഭവിക്കുന്നതാണ്. ഞാൻ അതിനെ മറ്റുള്ളവർ അങ്ങനെ ആ ഭക്തിയുടെ പേരും പറഞ്ഞ് ഫെസിലിറ്റീസ് ഒന്നും കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളുടെ ഒരു സന്തോഷം എന്ന് പറയുന്ന അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യാസങ്ങളൊക്കെ. വ്യത്യാസം എന്നൊന്നും പറയാനില്ല, എന്നാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ പറയില്ലേ, കൃത്യമായിട്ട് നമുക്ക് വ്രതമൊക്കെ എടുത്തിട്ട് പോകണം. പക്ഷെ ഇപ്പോൾ എനിക്ക് നമുക്കങ്ങനെ സാഹചര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് അതിനെ ആ ഒരു ഇതിൽ നിന്ന് പിന്മാറി ഇങ്ങനെ നിൽക്കുകയാണ്. ചെയ്യുവാണെങ്കിൽ നന്നായി ചെയ്യണം. ഇല്ലേ പിന്നെ എന്തിനാ ചെയ്യരുത്? ഭഗവാൻ അവിടെ തന്നെ ഉണ്ടല്ലോ, എങ്ങും പോകുന്നില്ലല്ലോ. പോകാൻ വേണ്ടി ചുമ്മാ അങ്ങനെ തട്ടിക്കൂട്ടി പോകുമ്പോഴല്ല. പിന്നെ എന്നെ ദുഃഖിപ്പിച്ച ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ പോയി തിരിച്ചു വരണ വഴി
വരുമ്പോഴേ പമ്പ കഴിഞ്ഞ് എരുമേലി കഴിഞ്ഞ് വീട് എത്തുന്നതിന് മുമ്പേ വിളിച്ച് ഫോൺ ചെയ്യും, ചിക്കൻ മേടിക്കണ കാര്യം, അത് മേടിക്കണ കാര്യമൊക്കെ. എനിക്കതൊക്കെ ഭയങ്കര വിഷമമായിട്ട് തോന്നി. എന്തിനെങ്ങനെ ബുദ്ധിമുട്ടി പോണേ. അതുപോലെ ഷാപ്പ് എവിടെയാണെന്ന് നോക്കും, ബാർ എവിടെയാണെന്ന് നോക്കും, ചിലർ കയറി കുടിക്കും. അത്ര ബുദ്ധിമുട്ടി പോവരുത്. നമുക്ക് 41 ദിവസത്തെ വ്രതം പറയുന്നത് എന്തിനാണെന്നറിയോ? 41 ദിവസം കൊണ്ട് നമ്മൾ എടുക്കുന്ന ആ വ്രതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശീലങ്ങളാവാൻ വേണ്ടിയാണ്. ഈ 41 ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ്. നമ്മൾ ഒരേ കാര്യം 41 ദിവസം ചെയ്താൽ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് അതിനൊരു ശീലമായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പം അതിന് വേണ്ടിയാണ്. പക്ഷേ അതിനൊന്നും ആർക്കും ഇല്ല. അപ്പം അതേ പറഞ്ഞ ഫോർ ദ സേക്ക് ഓഫ് ഗോയിങ് പോകുന്നു വരുന്നു, മലയ്ക്ക് പോയി. ഇപ്പം അത് ഭയങ്കര കെട്ടുകാഴ്ച പോലെ ആയിപ്പോൾ ജനങ്ങൾ വെറുതെ കാഴ്ച എന്നാൽ എനിക്ക് തോന്നുന്നു. നല്ല ഭക്തിയുള്ളവർ, ഞാൻ പറഞ്ഞ കഷ്ടപ്പെട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ പോകുന്ന കുറേ പേരുണ്ട്. അവരാണ് എല്ലാം സഹിച്ചു പോകുന്നവർ. അപ്പം ഇതൊക്കെയാണ് ഭക്തി. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കാൻ കൂടി ആയിരിക്കണം. അത് മാല ഊരി അടുത്ത നിമിഷം നമ്മൾ കച്ചറയായാൽ പിന്നെ ആ ചെയ്യുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. ശരി. പക്ഷെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എനിക്കൊന്നും എൻ്റെ ചെറുപ്പത്തിൽ, ഞാൻ ഇന്നേ വരെ ശബരിമലയ്ക്ക് പോയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇത്ര ഇയറായി, ഇത്ര നാളായിട്ടും പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പ്രായമാകുമ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മാഷ് പറഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ഇമാജിനേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കയറി പോകുന്നതും കാര്യങ്ങളൊക്കെ മാഷിന് പോകാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാഷ് എത്രയോ വർഷങ്ങൾ പോയി. പിന്നെ മാഷ് വിവരിച്ച കാര്യങ്ങളും പാടിയ പാട്ടുകളും എല്ലാം വളരെയധികം സന്തോഷം തോന്നുന്നു. അപ്പോൾ ഇനിയും മാഷിന് പോകാനായിട്ട് സാധിക്കട്ടെ. എനിക്കൊക്കെ ഇനി ഒരുപാട് പ്രായമായിട്ട് എന്തായാലും പോകാനായിട്ട് പറ്റുള്ളൂ. പോയതിൽ ഭഗവാനെ കണ്ടതിലൊക്കെ അനുഗ്രഹം. ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ആതിരയ്ക്ക് പ്രായമായിട്ട് പോകുന്ന നേരത്തെ എന്നെയും കൊണ്ടുപോയാൽ മതി. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഒരു സംഘമായിട്ട് അങ്ങ് ഭജനയും പാട്ടുമൊക്കെ നടത്തി പോവാം. ചിന്തുപാട്ടൊക്കെ നടത്തി. ചന്ദ്രകലാധരൻ പൊന്മകനേ, ആ ചിന്തുപാട്ടൊക്കെ ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഭഗവാനെ പോയി തൊഴുത് വരാനുള്ള സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം.